യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ നേതൃസംഗമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിമർശനം. കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി മോഹിയുടെ സ്ഥാപനം നേതൃക്യാമ്പിന് വേദിയാക്കിയെന്നും കായംകുളത്ത് പോലീസ് അതിക്രമം നേരിട്ട പ്രവർത്തകന് സംസ്ഥാന കമ്മിറ്റി സഹായം നൽകിയില്ലെന്നുമാണ് ആരോപണം. വയനാടിനായി അമ്പലപ്പുഴയിൽ മുണ്ട് ചലഞ്ച് നടത്തി പണം നൽകാത്തവർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്നും വിമർശനം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് VS അനുരാഗ് ഉണ്ട്. അനുരാഗ്, സംഘടനയ്ക്ക് അകത്തുനിന്ന് തന്നെ വിമർശനം ഉയരുകയാണ്. എന്തൊക്കെയാണ് ആരോപണം? വിശദാംശങ്ങൾ. രൂക്ഷമായല്ലെങ്കിലും ചില പ്രത്യേക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കുട്ടനാട്ടിലെയും കായംകുളത്തു നിന്നും വന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ ജോസഫ് വിഭാഗം അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റാർക്കും കുട്ടനാട് സീറ്റ് വിട്ടു നൽകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥി മോഹിയുടെ സ്ഥാപനത്തിൽ നേതൃക്യാമ്പ് നടത്തരുതായിരുന്നു എന്നുള്ളതായിരുന്നു കുട്ടനാട് നിന്നുള്ള നേതാക്കളുടെ വിമർശനം. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുനിൽക്കരുതായിരുന്നു എന്നുള്ളതാണ് വിമർശനം. അതിനൊപ്പം കായംകുളത്ത് പോലീസ് അതിക്രമം നേരിട്ട പ്രവർത്തകന് സഹായം നൽകാൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറായിട്ടില്ല. KC വേണുഗോപാൽ മാത്രമാണ് സഹായം നൽകിയത് എന്നുള്ളതാണ് ആക്ഷേപം. KC വേണുഗോപാൽ മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടി അദ്ദേഹത്തെ സഹായിക്കേണ്ടതായിരുന്നു എന്നുള്ള വിമർശനം കൂടി ഉയർന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടി, KC വേണുഗോപാൽ സഹായം ചെയ്താൽ അത് പാർട്ടിയുടെ തന്നെ സഹായം തന്നെയാണ് എന്നുള്ള അഴകുഴമ്പൻ മറുപടി നൽകിയെങ്കിലും നേതാക്കൾ അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. അതിനൊപ്പം വയനാട് ദുരിതാശ്വാസത്തിനായി അമ്പലപ്പുഴയിൽ ഒരു മുണ്ട് ചലഞ്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ചിലർ പണം നൽകിയിട്ടില്ല, അതിൽ സഹായം നൽകിയിട്ടില്ലായിരുന്നു. അവർക്ക് കൃത്യമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കണമെന്ന ആവശ്യം ആ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും സംസ്ഥാന കമ്മിറ്റി തയ്യാറായില്ല എന്നുള്ളതാണ് വിമർശനം. ഇങ്ങനെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന നേതൃസംഗമത്തിലും രൂക്ഷ വിമർശനം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ നടത്തിയ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടി, താൻ വിമർശനത്തിന് അതീതനല്ല, തനിക്ക് എതിരെയുള്ള വിമർശനങ്ങൾ കൃത്യമായി തന്നെ നടത്താമെന്നുള്ള കാര്യം കൂടി രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നേതൃസംഗമങ്ങളിലെല്ലാം ഇത്തരത്തിൽ വിമർശനത്തിന് വിധേയനാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വലിയ വിമർശനങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നു വരുന്നത്. VS അനുരാഗാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.